എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ഥലവും അതോടൊപ്പം തന്നെ നല്ലൊരു കിടിലൻ വെഹിക്കിളും നമ്മുടെ കൂടെ ഉണ്ട്. വെഹിക്കിൾ ഏതാണെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ ഇസുസുവിൻ്റെ D-Max V-Cross ആണ്. ഏറ്റവും പുതിയ മോഡലാണ് കൂടെയുള്ളത്. നമുക്കറിയാം ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ പിക്കപ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വളരെ റെയർ ആയിട്ടുള്ള ആളുകളെ എടുക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസിലൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഒരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ എസ്പെഷ്യലി തായ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പല പല ബ്രാൻഡ്സിൻ്റെ പല പല മോഡൽസ് ഈ ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്, ഈ ലൈഫ് സ്റ്റൈൽ പിക്കപ്സ് നമ്മൾ കാണുന്നതാണ്. അവരൊരു ഫാമിലി പർപ്പസിനും അതേപോലെ ബിസിനസ് പർപ്പസിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് നമ്മുടെ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു റിവ്യൂ പോകുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് യൂസർ എക്സ്പീരിയൻസ് വീഡിയോ, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ V-Cross യൂസ് ചെയ്യുന്ന ഒരു ഫാമിലി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു ഓഫ് റോഡ് വീഡിയോ ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു V-Crossൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം ഇത് ശരിക്കും നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് 4x4 മോഡലാണ്, അതും ഓൾ വീൽ ഡ്രൈവ് ആണ്. പിന്നെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ്. ഇപ്പോൾ പുതിയ മോഡൽ വന്നപ്പോഴത്തേക്കും ഈ ഒരു DR ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം, ഫോഗ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ റോഡ് പ്രസൻസ്, ഗംഭീരമായിട്ടുള്ളൊരു പ്രസൻസിൽ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു വണ്ടിയുടെ വലിപ്പം നോക്കി. 2-3 ദിവസമായി വെഹിക്കിൾ കിട്ടിയിട്ട് കുറേ ദൂരം ഓടിച്ചു. അപ്പോൾ ഓടിക്കുമ്പോൾ എല്ലാം നമുക്ക് ഇരുന്ന് ഓടിക്കുമ്പോൾ ഒരു പ്രൗഡിയിലുള്ളൊരു ഫീലാണ്. എനിക്ക് പിന്നെ എസ്പെഷ്യലി ഇങ്ങനെയുള്ള വലിയ വാഹനങ്ങൾ ഒക്കെ ഓടിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് രസമാണ്. ജസ്റ്റ് ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ പുതിയ V-Crossൽ വരുമ്പോഴത്തേക്കും അലോയ് വീൽസ് ഉണ്ട്, 18 ഇഞ്ച് ടയർ പ്രൊഫൈൽ കാണാം. അതേപോലെ തന്നെ സൈഡ് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അറിയാമല്ലോ, ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളൊരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ കയറുവാനും ഇറങ്ങാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെങ്ത് ഒക്കെ കണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഒരു 5 സീറ്ററാണ്. അത്യാവശ്യം നമുക്ക് ലോങ്ങിലേക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം മോശം റോഡാണെങ്കിലും ഇങ്ങനത്തെ ഏതൊരു ടെറൈനും പറ്റുന്ന രീതിയിലാണ് എന്തായാലും ഈ ഒരു വെഹിക്കിളിൻ്റെ കംഫർട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്, അതായത് ഇതിൻ്റെ റിയർ സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്കിപ്പം ഈ ക്യാമ്പിംഗ് പർപ്പസിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം ഓഫ് റോഡൊക്കെ കയറി ഒന്ന് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഉള്ളൊരു ഹിൽ വ്യൂവിൽ കൊണ്ടുപോയി ഈ ഒരു വെഹിക്കിളൊക്കെ ഇട്ട് അവിടെയൊക്കെ ക്യാമ്പൊക്കെ ചെയ്ത് കുറച്ച് കുക്കൊക്കെ ചെയ്ത് എന്താ അല്ലേ. അപ്പോൾ ആ ഒരു പർപ്പസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ റിയർ സൈഡ് ഭയങ്കര കംഫർട്ടബിളാണ്. ഇപ്പോൾ റിയർ സൈഡിൽ ക്യാമറ ഉണ്ട്, സെൻസേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ലോക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു റിയർ സൈഡ് കാണാം. അതായത് ഇത് നമുക്ക് എക്സ്ട്രാ ആക്സറീസിൽ നമുക്ക് കുറേ ആക്സറീസ് ആഡ് ഓൺ ഉണ്ട്. കാരണം ഇതിൻ്റെ പല പല മോഡൽസിനും മുകളിലേക്കൊക്കെ ടെൻറ്റ് നമുക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല പല ആക്സറീസ് ഉണ്ട്. അപ്പോൾ എന്നാലും ജസ്റ്റ് റിയർ സൈഡ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ, പെട്ടെന്ന് ക്വിക്കൊരു റിവ്യൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഡ്രൈവിന് എടുക്കാം. അപ്പം ഇന്നത്തെ ഡ്രൈവിൽ ഞാൻ ഒരു ഫാമിലിയും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അവർക്ക് ഓൾറെഡി ഒരു 2019 മോഡൽ V-Cross ഉള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസും കൂടാതെ നമുക്ക് പുതിയ V-Cross ഓടിച്ചിട്ട് അവർ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് കുറച്ച് ഓഫ് റോഡൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫാമിലിയിൽ ഒരു 2019 ഒരു ഇസുസു മോഡലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പർപ്പസിനും, ഇപ്പോൾ ഡെയിലി പർപ്പസിനും അല്ലെങ്കിൽ ട്രിപ്പിങ്, ക്യാമ്പിങ് എല്ലാ പർപ്പസിനും ഈ ഒരൊറ്റ വണ്ടിയെ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ കാറൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഓവറോൾ എക്സ്പീരിയൻസ് ഇപ്പം എല്ലാവരും പൊതുവേ ഇപ്പോൾ ഒരു ട്രിപ്പിനൊക്കെ വേറൊരു വണ്ടി അല്ലെങ്കിൽ ഡെയിലി പർപ്പസിന് ആ ഒരു വണ്ടി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എല്ലാവരും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ത് ഫാക്ടറാണ് ഇസുസു V-Crossനെ നിങ്ങളിലേക്ക് എത്തിച്ചത്? ഇസുസു ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂട്ടിലിറ്റി വെഹിക്കിളാണ്. ഇപ്പോൾ ആതിര പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് എന്താണ് ഈ വണ്ടിയിലേക്ക് എത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ സെനോണൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ആ വണ്ടിയും കൊണ്ട് നമ്മൾ പോകുമ്പോഴായാലും ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫെയിം കാര്യങ്ങൾ അത് മാത്രമല്ല, എന്നാലും നമുക്ക് ഈ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മിനി ട്രക്ക് ഈ ഒരു കാര്യമൊക്കെ എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. അതിനുശേഷം 2012-13 ഇസുസു D-Max ലോഞ്ച് ചെയ്തത്. അപ്പോൾ എടുത്ത് കഴിഞ്ഞപ്പോഴും പല പല ചലഞ്ചസ് ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലർ നമ്മുടെ ചോദിച്ചിട്ട് ഈ വണ്ടി എന്താ, നിങ്ങൾക്ക് വല്ല കോറി ഉണ്ടോ ഇല്ലെങ്കിൽ മണലെടുക്കാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള യൂസ്. ഈവൻ നമുക്ക് ഡിസ്ക് സ്പേസ് പോലും ഇല്ല, നമുക്ക് നമ്മളൊരു ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ലഗേജസ് നമുക്ക് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോഴും നമുക്കെല്ലാം പ്ലസ് പോയിൻറ്റ്സ് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള കംഫർട്ട്നെസ്, പിന്നെ അതുപോലെ നമുക്ക് ഏത് ടെറൈനും പോവാം. ഓക്കെ, ഇപ്പോൾ റോഡ് വേസ് ആയിക്കോട്ടെ, ഈവൻ ഹൈവേസ് എടുക്കാം, ഇല്ലെങ്കിൽ സിറ്റി റൈഡ് എടുക്കാം, ഓഫ് റോഡ്സ് എടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്കെല്ലാം കൊണ്ട് ഈവൻ ട്രാവലിംഗ് നമ്മളൊരു ക്യാമ്പിങ് ചെയ്യാം, നമുക്ക് ഈ വണ്ടി കൊണ്ട് പോകുക തന്നെയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് ട്രാവൽ, അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഇതെല്ലാം ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള പല പല പ്ലാനിങ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടിയിലേക്ക് ചൂസ് ചെയ്തത്. ഓക്കെ, മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? നമുക്ക് സിറ്റി റൈഡിലൊരു 9-10 അത് വേരീസ് ആണ്. ദെൻ ഹൈവേസ് പോകുകയാണെങ്കിൽ 11 മാക്സിമം 12 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു RPM പിടിച്ച് പോകുകയാണെങ്കിൽ. ഓക്കെ, ഫൈൻ. സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നോർമൽ കോസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ഒരു ഇന്നോവ, എനിക്ക് നേരത്തെ ഇന്നോവ ആയിരുന്നു, വീട്ടിലുണ്ടായിരുന്ന ഇന്നോവയാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10ൽ നമുക്കൊരു 7K 5 to 7 നമുക്ക്
10K നമുക്ക് വരുന്നുണ്ടാവും. അതിനുശേഷം നമുക്കൊരു മേജറൊക്കെ വരികയാണെങ്കിൽ ഒരു 15 to 20 ഈ പറഞ്ഞ ഫിൽറ്റേഴ്സ് എല്ലാ ഹബ് ഗ്രീസിങ് കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ 15 to 20 നമുക്ക് അഫോർഡബിൾ ആണ്. ഈവൻ ചില ചോദിക്കും ഇതൊരു ആനയില്ലെന്ന് ചോദിക്കും. അത് ആനയാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ആനയാണ്. ഈവൻ ദോ നമുക്കത് അഫോർഡബിൾ ആണ്. ലൈക്ക് നമുക്ക് ഇതിനകത്തൊരു പാഷൻ ഉണ്ട്, ഡ്രൈവിങ് ട്രാവലിങ് അങ്ങനെ ഒരു പാഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ്. കുറച്ചൊരു നമുക്കൊരു ഹെവി ഫീലാണ്. ഹെവി ഫീലാണ്, നോർമൽ കാർസ് പോലെ ആയിരിക്കില്ല. ഓക്കെ. ഇപ്പം ശ്രീബേനെ ഞാൻ പരിചയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ TST റാലിയിലാണ്, ആളുടെ ഇസസു വെച്ചിട്ടാണ് ഡ്രൈവിന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ശ്രീബ എങ്ങനെയുണ്ട് ഓവറോൾ എക്സ്പീരിയൻസ് നമ്മുടെ വീക്രോസ് ഓടിച്ചിട്ട്? എനിക്ക് വളരെ നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത്. അപ്പം ഞാൻ നേരത്തെ ഓടിച്ചിട്ടുള്ള i10 ആണ്, പിന്നെ ഇന്നോവ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കംഫർട്ടും പിന്നെ നമ്മുടെ ആ ഒരു മോഷൻ വൈസ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ഇസൂസുമാണ് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഓവറോൾ നമുക്ക് മൊത്തം ഒരു റോഡ് വ്യൂ കാണാൻ പറ്റും. കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ലക്ഷറി, പക്ഷേ എന്നാൽ നമ്മുടെ എല്ലാം ഒരു ഓഫ് റോഡും അഡ്വഞ്ചറും ചാലഞ്ചിങ് എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി ഫില്ലിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. ഒരു കാര്യം കൂടെ, അതായത് നമുക്കിപ്പം ആസ് എ ലേഡി ഇപ്പം എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ, കുറച്ചൊരു ഗുമ്മിലൊരു പവറാണ് ഈ വണ്ടിയിലിരിക്കുമ്പോഴത്തേക്ക്. ഞാനിപ്പോൾ 2 ദിവസവും കൊണ്ട് ഓടിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ചലഞ്ച് എന്തെങ്കിലും ഇൻ കേസ് ഇനീഷ്യൽ സ്റ്റേജിലോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഈ വണ്ടി എടുക്കാൻ നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് വന്നൊരു സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റുമോ ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ അവർ നമുക്ക് എന്താ പറയുക, ട്രയൽ തന്ന സമയത്ത് എനിക്ക് കുറച്ച് കംഫർട്ടായിട്ട് തോന്നി. എനിക്ക് പിന്നെ പ്രശ്നമില്ല. പിന്നെ ഓഫീസിലൊക്കെ പോകുമ്പം ഡെയിലി നമ്മൾ കൊണ്ടുപോകുക അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും വണ്ടി കുറച്ചും കൂടെ ഹാൻഡി ആയിട്ട് തോന്നി. എനിക്ക് ചാലഞ്ചസ് ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ വണ്ടി എടുക്കുന്നത് ആണുങ്ങളെക്കാളും കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. പക്ഷേ എന്നാലും വീക്രോസ് ഇസൂസ് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിളാണ്. എനിക്കങ്ങനെ വലിയ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവരുടെ ഇസുസുവിൻ്റെ കഥകൾ കേട്ടല്ലോ. അപ്പോൾ ഇനി എന്തായാലും പുതിയ വീക്രോസ് ഓട്ടോമാറ്റിക്കലി ചെറിയൊരു ഡ്രൈവ് എടുത്തിട്ട് ഡ്രൈവ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വീക്രോസ് പുതിയ കഥകൾ സംസാരിക്കാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡ്രൈവ് ചെയ്തിട്ട് ഇപ്പം ലുക്ക് നമുക്കറിയാം, ഫേസ് ലിഫ്റ്റ് ചെയ്ത് കുറച്ച് മാറ്റമൊക്കെ വന്നു. പിന്നെ ഓവറോൾ റേസ് സൈഡും ഓവറോൾ അലോയൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ലുക്ക് വന്നു. ഇപ്പം ഇൻസൈഡിലേക്ക് വരുമ്പോഴും അതേപോലെ ഡ്രൈവിംഗ് കംഫർട്ട്, ഇപ്പം BS6 Phase 2 എഞ്ചിൻ വന്നു, എഞ്ചിൻ മാറിയിട്ടുണ്ടല്ലോ. സോ അങ്ങനെ ഓടിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ എന്താ ഫീൽ ചെയ്യുന്നത്? BS6ഉം BS4 എൻ്റെ BS4 ആണ്. BS6ൻ്റെ നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു ഇനീഷ്യൽ പവർ വ്യത്യാസം നല്ല രീതിയിലുണ്ട്. അതുപോലെ എൻജിൻ നോയ്സ് അകത്തേക്ക് വളരെ കുറവാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സീറ്റിംഗ് കംഫർട്ടിൽ സീറ്റിങ്ങിൻ്റെ പറയും. ഇപ്പോൾ ഡ്രൈവർ സീറ്റിൽ ഇപ്പോൾ നമ്മുടെ എൻ്റെ വണ്ടിക്ക് വന്നത് നോർമൽ സീറ്റിൻ്റെയാണ്. ഇതിനകത്താണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കാണ്. ദെൻ അതിനകത്ത് നമുക്കിപ്പോൾ ഒരു അഡ്വാൻറ്റേജ് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മാനുവലാണ്. അപ്പോൾ നമുക്ക് ഈ 4 വീലിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തി നമ്മൾ 4 വീലിൽ ബട്ടൺ ഇട്ട് ക്ലച്ച് നമ്മൾ താങ്ങി കൊടുത്ത് വേണം 4 വീലിൽ ഇടാനായിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ റണ്ണിങ്ങിൽ നമുക്ക് ഇടാം. അതെ, ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി വന്നിട്ടുണ്ട്. അതിപ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു റണ്ണിങ്ങിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതൊരു നല്ലൊരു യൂസ്ഫുൾ ആണ്. എവിടെയെങ്കിലും സ്റ്റക്ക് ആദിപ്പോ പെട്ടെന്ന് 4 വീലേക്ക് ഒന്ന് എൻഗേജ് ഒക്കെ ചെയ്യണമെങ്കിൽ അല്ലേ. അതുപോലെ തന്നെ ഈ നോബ്സ് ഒക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഫ്രണ്ട്ലി നോബ്സ് ആണ്. ഈവൻ ഗിയർ ഹാൻഡിൽസ് ആയാലും കുറച്ചും കൂടി നല്ല കോമ്പാക്ട് ഹാൻഡിൽസ് ആണ്. ശരിക്കും ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള 3 മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് 4x4 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ, 4x2 ഓപ്ഷൻ, അങ്ങനെ 3 ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ഇത് ടോപ്പ് എൻഡ് മോഡലാണ് കേട്ടോ. പിന്നെ ഇതിൽ വന്നിട്ടുള്ള എഞ്ചിൻ എല്ലാവർക്കും അറിയാമല്ലോ, 1898 cc 1900 cc ഒരു എഞ്ചിനാണ്. കരുത്തുറ്റൊരു എഞ്ചിനാണ്. നമുക്കിപ്പം ശരിക്കും ലാസ്റ്റ് ഡേ നമ്മൾ എസ്ക്യാബ് സെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയാമല്ലോ എല്ലാവർക്കും, 80 സ്പീഡിൽ കട്ട് ഓഫ് ആണ്, ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു വെഹിക്കിളിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എടുത്തു പറഞ്ഞ കാര്യം. കാരണം ഇതിൻ്റെ ഇനിഷ്യൽ പവറും കാല് കൊടുക്കുമ്പോൾ തന്നെ ഫാസ്റ്റ് ആയിട്ട് 80 എത്തുന്നുണ്ട്. അതേപോലെ 80 അല്ല 80+ കൂടുതൽ പറയുന്നില്ല, സ്പീഡ് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. നമ്മുടെ റോഡുകൾക്ക് അനുസരിച്ചിട്ടുള്ള സ്പീഡിൽ മാത്രം ഡ്രൈവ് ചെയ്യാം കേട്ടോ. പിന്നെ അപ്പം പിന്നെ അത്യാവശ്യം ഓഫ് റോഡബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പവർ അങ്ങ് തിങ്ങി നിൽക്കുകയാണ്. ഈ വണ്ടി നമ്മളെ അങ്ങ് വലിച്ചോണ്ടാ പോകുന്നത്, എടുത്തു പറയേണ്ട ആവശ്യമില്ല അല്ലേ. സ്ഥിരം ഓഫ് റോഡിങ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതിൽ 163 HP ആണ് പവർ കിട്ടുക. അതേപോലെ തന്നെ 360 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ കുറച്ച് ഇപ്പം അർജുൻ്റെ വണ്ടിയിൽ എന്തൊക്കെ ഇപ്പോൾ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ABS EBD തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അത് എൻ്റെ മോഡലിൽ അത് ഫുൾ ഓപ്ഷൻ ആയിരുന്നു. ഞാൻ എടുക്കുന്ന സമയത്ത് ആകെ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ.
ബേസ് മോഡൽ, പിന്നെ മിഡിൽ ഓപ്ഷൻ, പിന്നെ ഫുൾ ഓപ്ഷൻ. അതേപോലെ എയർ ബാഗ് എത്രയുടെ ഉണ്ടായിരുന്നു? നമുക്ക് 4 എയർ ബാഗ്. ഇതിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. സേഫ്റ്റി സൈഡ് കുറച്ചുകൂടെ. പിന്നെ ഇതിന്റെ ബോഡി ഷെൽ അറിയാലോ, ടെൻസൈൽ സ്റ്റീൽ വെച്ചിട്ടുള്ള ഒരു ഭയങ്കര ക്വാളിറ്റി ബോഡി സേഫ്റ്റി കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിൽ ഡിസെന്റ് കൺട്രോൾ, ഇലക്ട്രിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അതേപോലെ ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ABS, ട്രാക്ഷൻ കൺട്രോൾ ഓപ്ഷണൽ, അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള സേഫ്റ്റി കാര്യങ്ങളും മീൻസ് കുറച്ചുകൂടെ കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. അതെ അതെ. പിന്നെ എനിക്ക് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈവൻ ഡിസ്പ്ലേ നമുക്ക് ഒരു എക്കണോമിക് ഡിസ്പ്ലേ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. സെൻട്രലിലേക്ക് ഒരു ഡിജിറ്റൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽസിലൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബ്ലാക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർഷൻ കുറച്ചധികം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വീക്രോസിന്റെ ബാഡ്ജിങ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗ്ലോസി ഫിനിഷ് ഡാഷിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ഫിനിഷിംഗ്, ഈ ഒരു ലെതർ ഫിനിഷിംഗ് കുറച്ചൊക്കെ അതൊക്കെ എക്സ്ട്രാ ആണ്. ഇപ്പൊ നമുക്ക് സേഫ്റ്റി സൈഡ് പറയാന്നുണ്ടെങ്കിൽ ഇസുസുവിൽ ഇപ്പം എനിക്കിപ്പോൾ 5 years ആയി നമ്മുടെ ഒരു വണ്ടി ആയിട്ട്. അപ്പോൾ അതിൽ നമുക്ക് പറയാൻ മെയിനുള്ള കാര്യം ബിൽഡ് ക്വാളിറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റിയും എഞ്ചിൻ ക്വാളിറ്റിയും നമുക്ക് യാതൊരു കോംപ്രമൈസും പറയാനായിട്ടില്ല. ഈവൻ ആ ടൈമിലായാലും ഈ ടൈമിലായാലും നല്ല രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇസുസുവിൻ്റെ അവരുടെ ആ ഒരു ബ്രാൻഡ് അവർ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അർജുൻ, ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അതായത് നിങ്ങളിപ്പം എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, കാരണം ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ ഇപ്പം സിറ്റി പർപ്പസിലൊക്കെ എല്ലാവരും ഇപ്പൊ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാസാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. കുഞ്ഞു കുഞ്ഞു കാസ്, ഇപ്പൊ ഇഗ്നീസ് പോലെയുള്ള കാസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാസാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടു നടക്കാൻ എങ്ങനെയാ നമ്മളിങ്ങനെ വലിയൊരു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. നമ്മൾ സിറ്റിയിലേക്ക് പോകുമ്പോഴേക്ക് എങ്ങനെയായിരിക്കും പാർക്കിംഗ് സ്പേസുകൾ, കാര്യങ്ങൾ അതൊക്കെ നമുക്ക് പാർക്കിംഗ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് വരും. കാര്യം ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസിൽ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഈവൻ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് സിറ്റിയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും പാടാണോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്കിപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. നമുക്ക് യൂസ്ഡ് ആണ്, നമ്മൾ വണ്ടി യൂസ് ചെയ്ത് നമുക്ക് തിക്കിലും തിരക്കിലും സിറ്റി റൈഡ്സിലും എല്ലായിടത്തും നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഓക്കെ ആയി. നമുക്ക് അറിയാൻ പറ്റും വണ്ടി എവിടെ നിർത്തിയില്ലെങ്കിൽ എവിടെ തിരിച്ച വണ്ടി എവിടെ എത്തും. പിന്നെ ഇവൻ കൺട്രോൾഡാണ്, നമ്മുടെ രീതിയിൽ വണ്ടിയായി വരും. നമ്മൾ യൂസ്ഡ് ആയി കഴിയുമ്പോഴേക്കും വണ്ടി അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കയ്യിൽ ഹാൻഡി ആയിട്ട് വരും. ഒരു കാര്യം കൂടെ, ഇപ്പൊ വീട്ടിലിപ്പോ നിങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഫാമിലി പേരൻസ് ഒക്കെ എങ്ങനെ ഇതിലാണ് കയറുമോ അതോ വേറെ കാസ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, പാരന്റ്സ് ഇപ്പൊ ഇത് തന്നെയാണ്. വീട്ടിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഈ വണ്ടി തന്നെ ആയിരിക്കും. ആദ്യമൊക്കെ കയറണതിന് കുറച്ച് ടഫ് പറയാറുണ്ട്. ഇപ്പോൾ വൈഫിന്റെ അമ്മയായാലും പുള്ളിക്കാരത്തേക്ക് കാലിന്റെ മുട്ടിനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് കയറാനായിട്ട് അതൊക്കെ ആദ്യം പറയായിരുന്നു. പുള്ളിക്കാരത്തി യൂസ്ഡ് ആയി. അപ്പോൾ പുള്ളിക്കാരത്തി ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴായാലും സിമ്പിളായിട്ട് കയറുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി കയറാനുള്ള ഇച്ചിരി ടഫ്നെസ്സേ ഉള്ളൂ. യൂസ്ഡ് ആയതുകൊണ്ട് മാറി പിന്നെ സുഖമായിട്ട് അങ്ങ് ഇറങ്ങാനും പറ്റുന്നുണ്ട്. അതാ പറഞ്ഞു, യൂസ്ഡ് ആയിക്കുമ്പോഴേക്കും വണ്ടി നമ്മളിലേക്ക് നമ്മുടെ കൂടെ ഒരാളായിട്ട് മാറും. നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഓഫ് റോഡിങ്, ഇപ്പം എനിക്കറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മൗണ്ടൻ ക്യാമ്പിംഗ് ഒക്കെ. ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് പെട്ടുകിടന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? വണ്ടിയും കൊണ്ട് നമുക്ക് പെട്ടുകിടന്ന അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല. അതായത് വണ്ടി കയറാൻ പറ്റായിക്കോ അങ്ങനത്തെ രീതിയിൽ യാതൊരു വിധ പ്രശ്നവും നമുക്ക് വന്നിട്ടില്ല. ഇവൻ നിലമ്പൂരായാലും ഞങ്ങളൊരു ഓഫ് റോഡ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നിലമ്പൂർ നീലഗിരി കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഏറ്റവും ടോപ്പിൽ നമ്മുടെ തമിഴ്നാട് എൻഡിലേക്ക് പോയതാണ്. അത് നല്ലൊരു ഓഫ് റോഡിങ് ആയിരുന്നു. ഓഫ് റോഡിങ് ചെന്ന് നമുക്കവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടി നമ്മൾ താഴത്ത് പാർക്ക് ചെയ്ത് ശരിക്കും നമ്മൾ സ്റ്റെപ്പ് വരെ പോകണ്ട, മണ്ണുകൊണ്ടുള്ള സ്റ്റെപ്പാണ്. ഞാനത് ഓടിച്ച് കയറ്റി ഈ വണ്ടിയും കൊണ്ട് സുഖമായിട്ട് വണ്ടി നമുക്ക് നല്ലൊരു സപ്പോർട്ട് വന്ന് വണ്ടി കയറി. എനിക്ക് കൂടുതൽ ഒരു എഫേർട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊന്നും വന്നില്ല. സുഖമായിട്ട് വണ്ടി നല്ലൊരു സ്റ്റീപ്പിലാണ്, ഒരു 70 degree സ്റ്റീപ്പിലാണ് ആ സ്റ്റെപ്പ് ഉണ്ടായിരുന്നത്. ഇതിന്റെ സസ്പെൻഷൻസിനെ പറ്റി എന്നാ പറയാൻ അഭിപ്രായം? ലോങ് ഡ്രൈവ്സിലാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് ആൾക്കാർ പറയും ഇന്നോടെ കംഫർട്ട് ഭയങ്കരമാണെന്ന് പറയും. സെയിം കംഫർട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. ഈവൻ ഡ്രൈവർ സീറ്റിലായാലും കോറൈഡേഴ്സിനായാലും ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കായാലും ബാക്ക് കംഫർട്ട് ശരിക്കും കമ്പാരിറ്റീവ്ലി ബാക്കിൽ കുറച്ചൊരു ചാട്ടം കൂടുതലുണ്ടോ? അതോ വെയിറ്റ് നമ്മളിപ്പോൾ ലോഡുള്ള സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ക്യാരി ചെയ്ത സമയത്താണോ അതോ? ലോഡ് ഉണ്ടെങ്കിൽ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ലോഡ് ഇല്ലെങ്കിൽ ചെറിയൊരു ജർക്കിങ്, പക്ഷെ അത്ര വലിയ ഫീൽ ഒന്നും അല്ല. ബാക്കിൽ ഇപ്പോൾ നമ്മളൊരു 4 ഫില്ലിങ്ങിനായിട്ട് നമ്മൾ പോകണം, 2 ഫാമിലി ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആണ്, നോ ഇഷ്യൂസ്. ഇപ്പോൾ ഇവൻ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയാണ്. ഇപ്പം നമുക്ക് ചില വണ്ടികൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് സീറ്റ് ബാക്കിലേക്ക് ഇറക്കിയിട്ടുന്ന ബാക്കിലുള്ള അവർ കുറച്ച് ലെഗ് സ്പേസിൻ്റെ ഇഷ്യൂ വരും. അതൊന്നും നമുക്ക് ഈ ഇസുസുവിൽ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നല്ലോണം ഇറക്കിയിട്ടാലും ബാക്ക് സ്പേസ് നല്ലോണം ഉണ്ട്, ബാക്കിൽ ലെഗ് സ്പേസ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഓവറോൾ ഇപ്പം ഇങ്ങനത്തെ വെഹിക്കിൾസ് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ പിക്കപ്സ് ഒക്കെ നോക്കുന്നവർക്കോ അല്ലെങ്കിൽ കോമൺ വെഹിക്കിൾസ് ഉള്ളവരിലേക്കോ എന്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ടോ ഇതിന്റെ ഓവറോൾ കാര്യങ്ങൾ? യൂട്ടിലിറ്റി വെഹിക്കിളാണ് മിക്ക നമ്മുടെ ഇങ്ങോട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക യൂസ് ആർക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാണ്. കാര്യം ഈ വണ്ടികൾ കൂടുതൽ നമ്മൾ എബ്രോഡേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ദുബായ് GCC കൺട്രീസായിരിക്കും കൂടുതൽ, പിന്നെ ഏറ്റവും കൂടുതൽ തായ്ലൻഡ്സിലാണ് സാധനം യൂസ് ചെയ്യണേ. അവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇതിന്റെ വേറെ ലെവലാണ്. ഇതിപ്പോൾ നമ്മൾ
ലിഫ്റ്റ് ചെയ്ത വണ്ടികളായിക്കോട്ടെ അതിന്റെ ഒരു എക്സ്ട്രീം നമുക്ക് കാണാൻ പറ്റും. അത് ലോവർ ചെയ്തേക്കുന്ന വണ്ടികൾ അതിന്റെ ഒരു എക്സ്ട്രീം സംഭവങ്ങൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന കാണണം. അത്രയും ക്ലീൻ ആയിട്ട് നമുക്ക് പോയിട്ടില്ലെങ്കിൽ അറിയാൻ പറ്റും. അത്രയും അതായിട്ട് വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും. നമുക്ക് വണ്ടിയുടെ ഇരട്ടി കാശ് നമുക്ക് പണിയാനുള്ള സാധനം ഈ വണ്ടിയിലുണ്ട്. അതുപോലെ വണ്ടിക്ക് ചെയ്യാനായിട്ടുണ്ട്, എക്സ്ട്രാ ചെയ്യാനായിട്ടായാലും ഈവൻ സസ്പെൻഷൻ സൈഡിലേക്ക് നമുക്ക് അങ്ങനത്തെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് വന്നു തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വാഗമണ്ണിൽ നിന്ന് പതുക്കെ ചെറിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ സാധാരണ റിവ്യൂവിൽ നിന്നും മാറിയിട്ട് കുറച്ചൊരു ഡ്രൈവ് എക്സ്പീരിയൻസും ഓവറോൾ വെഹിക്കിളിൻ്റെ എക്സ്പീരിയൻസും പിന്നെ പഴയ ഇസുസു വീക്രോസും അതേപോലെ തന്നെ പുതിയ വീക്രോസും തമ്മിലുള്ള ഒരു കമ്പാരിസണും ഒക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എന്നാലും ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് എന്നുള്ള രീതി നോക്കുമ്പോഴത്തേക്കും കുറേ അധികം അഡ്വാൻറ്റേജ് ഉള്ളൊരു വെഹിക്കിളാണ്. അതേപോലെ തന്നെ കാർ എന്നുള്ളൊരു രീതിക്ക് ഒരു പ്രോപ്പർ കാർ എന്നുള്ള രീതിക്ക് നമുക്കൊരിക്കലും ഈ ഒരു വെഹിക്കിളിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ ഇതിൻ്റെ ഒരു പർപ്പസും അല്ല ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് യൂസും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിവേ കുറേ അധികം ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് വീക്രോസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.